ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ മെക്കാനിക്സ് എന്ന് പറയുന്ന ഈ പേപ്പറിലെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന മൊഡ്യൂളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഹാർമോണിക് ഓസിലേറ്റർ, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പൊതുവിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ളതാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ എ പീരിയോഡിക് മോഷൻ? ഓക്കെ, അപ്പോൾ ഒരു പീരിയോഡിക് മോഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് വേവ് മോഷൻ എന്നുള്ളതാണ്. വേവ്സ് അല്ലെങ്കിൽ തരംഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒന്നാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേവ് മോഷൻ ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് എനർജി ഈസ് കൺവേയ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ദ ഫോം ഓഫ് വേവ്സ് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു വിത്തൗട്ട് എനി ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. അതായത് പദാർത്ഥങ്ങൾക്ക് സ്ഥാനചലനം സംഭവിക്കാതെ തന്നെ ഊർജം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പൊതുവിൽ വിളിക്കുക. വേവ് മോഷൻ പറയുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള പലതരത്തിലുള്ള വേവ് മോഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കുളത്തിലേക്കൊരു കല്ലെടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാട്ടറിൻ്റെ സർഫസിൽ വേവ്സ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, റിപ്പിൾസ് ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. സോ അത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് വേവ് ആണ്. അതുപോലെ തന്നെ ഒരു കടൽ തീരത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ തിരമാലകൾ വരുന്നത് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഫോർ എ വേവ് മോഷൻ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വേവ്സിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇവിടെ പൊതുവിൽ വേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേവ് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്ഥലത്തു നിന്നും മറ്റൊരു പോയിന്റിലേക്ക്, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു മെക്കാനിസത്തെയാണ് വേവ് മോഷൻ എന്ന് വിളിക്കുക. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്, അവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല? മാറ്റർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി so at any point along the path of transmission a periodic displacement or oscillation occurs about a neutral position. അതായത് ഒരു മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, അതല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ പീരിയോഡിക് മോഷൻ, വേവ് മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദി ഓസിലേഷൻ മേ ബി ഓഫ് എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസ്, ആസ് ഇൻ ദ കേസ് ഓഫ് സൗണ്ട് ട്രാവലിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ഓർ വേവ്സ് ഒക്കറിങ് ഓൺ ദ സർഫസ് ഓഫ് ദ ഓഷ്യൻ. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ വേവ് മോഷൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇൻ ഈച്ച് ഓഫ് ദീസ് കേസസ് ദ പാർട്ടിക്കിൾ ഓസിലേറ്റ്സ് അബൌട്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആൻഡ് ഓൺലി എനർജി മൂവ്സ് കണ്ടിന്യൂസ്ലി ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ കേസുകളിലൊക്കെ ഈ പാർട്ടിക്കിൾ ഒരു മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻസിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എനർജി എന്ത് ചെയ്യുന്നു? ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഓഷ്യൻ്റെ കേസ് പറഞ്ഞു, ഓഷ്യൻ സർഫസിൽ വേവ്സിൻ്റെ കാര്യം പറഞ്ഞു. അതെന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? മെക്കാനിക്കൽ വേവ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, സോ ദീസ് ആർ എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ വേവ്സ്. കാരണം എന്താണ്? എന്തുകൊണ്ട് നമ്മളിതിനെ മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നു? ബിക്കോസ് ദി എനർജി ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ മെറ്റീരിയൽ മീഡിയം. ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടിയാണ് ഇവിടെ എനർജി എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മീഡിയം ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിൽ അത്തരത്തിൽ ഒരു മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ
മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുക. അതേസമയം എല്ലാ വേവിനും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. സോ അതിന് എക്സാമ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് റിക്വയർസ് നോ മെറ്റീരിയൽ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മെക്കാനിക്കൽ വേവിന് മീഡിയം വേണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അതേസമയം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേരിയേഷൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ എന്താണുള്ളത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രൊപ്പഗേഷനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുക. സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ദി മോഷൻ of a particle such that it repeats its path at a regular interval of time is called periodic motion. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പീരിയോഡിക് മോഷൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ സച്ച് ദാറ്റ് ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാത്ത് അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. നിശ്ചിത ഇടവേളകളിൽ ഒരു വസ്തു അതിൻ്റെ പാത്ത് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന പാത്ത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സർക്കുലാർ പാത്ത് ഞാൻ എടുക്കുന്നു. ഈ സർക്കുലാർ പാത്തിൽ കൂടി ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടുന്ന് ഒരു പ്രത്യേക സമയത്ത്, ഇപ്പോൾ സപ്പോസ് ഞാനിത് പറയാണ്, ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു t=0 ഈ പാർട്ടിക്കിൾ ഈ പൊസിഷനിലാണുള്ളത്. t=2 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇത് ഒരു തവണ കറങ്ങി തിരിച്ച് ഈ പൊസിഷനിൽ തന്നെ എത്തുന്നു എന്ന് വിചാരിക്കുക. t=4 സെക്കൻഡ് ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് ഒരു തവണ കൂടി കറങ്ങി വീണ്ടും ഇത് ഈ പൊസിഷനിൽ എത്തുന്നു എന്ന് വിചാരിക്കുക. സോ t=0, 2, 4, 6, 8 ഇങ്ങനെ ഈ 2 സെക്കൻഡുകൾ കൂടുമ്പോൾ ഈ പാർട്ടിക്കിൾ അതേ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുന്നുവെങ്കിൽ നമുക്ക് പറയാം നിശ്ചിത ഇടവേളകളിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് അതിൻ്റെ പാത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഒരു പീരിയോഡിക് മോഷൻ്റെ കേസിൽ എന്താണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്നാണ് പറയുന്നത്. ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഫുൾ റൗണ്ട് ട്രിപ്പ് ഓർ സൈക്കിൾ ഈസ് കോൾഡ് പീരിയഡ് ഓഫ് ഓസിലേഷൻ. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്താണ്? 2 സെക്കൻഡാണ്. കാരണം 2 സെക്കൻഡാണ് അതിന് ഒരു തവണ കറങ്ങി തിരിച്ച് ആ പൊസിഷനിലേക്ക് അതിന് എത്താൻ വേണ്ടി വേണ്ടത്. സോ ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ ഫുൾ റൗണ്ട് ട്രിപ്പ് ഓർ സൈക്കിൾ ഈസ് കോൾഡ് ദ പീരിയഡ് ഓഫ് ഓസിലേഷൻ. ഇനി ദി നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. അതായത് ഒരു സെക്കൻഡിൽ ഇങ്ങനെ എത്ര ഓസിലേഷൻസ് നടക്കും? ഓക്കെ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കും അതിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയുക. സോ ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. Now, the oscillatory motion or vibratory motion is a periodic motion in which the particle moves back and forth over the same path. അപ്പോൾ ഈ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ വൈബ്രേറ്ററി മോഷൻ എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള മോഷനാണ്? പീരിയോഡിക് മോഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മോഷൻ പീരിയോഡിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ് പറഞ്ഞത്? ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കണം? ഇറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സ് പാത്ത് അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം. നിശ്ചിത ഇടവേളകളിൽ അതിൻ്റെ മോഷൻ റിപ്പീറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് പീരിയോഡിക് മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്, പീരിയോഡിക് മോഷൻ്റെ ചില എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എ പീരിയോഡിക് മോഷൻ. അതുപോലെ തന്നെ വൈബ്രേറ്ററി മോഷൻ എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള പീരിയോഡിക് മോഷൻ ആണെന്നുള്ളതാണ്. സോ ഓസിലേറ്ററി മോഷൻ ആൻഡ് വൈബ്രേറ്ററി മോഷൻ ആർ സം എക്സാമ്പിൾസ് ഓഫ് എ പീരിയോഡിക് മോഷൻ. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ഓവർ ദ സെയിം പാത്ത്. ഒരേ പാത്തിൽ കൂടി എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾസ് ഇനി വരുന്ന ഡിസ്കഷൻസിൽ നമുക്ക് പറയാം. ഇവിടെ പറയുന്നുണ്ട് വൈബ്രേഷൻസ് ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. സോ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കേസിൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ മോഷൻ ഓഫ് എ പെൻഡുലം, നിങ്ങൾ സിമ്പിൾ പെൻഡുലം പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് മോഷനാണ്. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. ഒരു സ്പ്രിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുന്നു. ഈ സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഞാനൊരു മാസ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ മാസ് ഒരു ഫോഴ്സ് ഞാനിത് താഴേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
ഇതെന്ത് ചെയ്യും, ഇത് അപ്പ് ആൻഡ് ഡൗൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ മോഷൻ എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്, ഒരു പീരിയോഡിക് മോഷൻ എക്സാമ്പിളാണ്. സോ പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിളാണ്. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് അഗെയിൻ ഒരു പീരിയോഡിക് മോഷൻ്റെ എക്സാമ്പിളാണ്. വൈബ്രേഷൻസ് ഓഫ് ദ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ പീരിയോഡിക് മോഷനാണ്. ഓക്കെ, നൗ അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ളതാണ്. എന്ത് തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഒരു നമ്മളീ പറഞ്ഞ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവണം എന്നുണ്ടെങ്കിൽ അത് ചില ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. എല്ലാ മോഷൻസും എന്തല്ല, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. സോ സിമ്പിൾ ഹാർമോണിക് മോഷനെ നമ്മൾ ജനറലി നമ്മൾ SHM എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ എന്താണ് ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷൻ? സോ എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ when it vibrates periodically in such a way that at any instant the restoring force acting on it is proportional to the displacement from a fixed point in its path and is always directed towards that point. അതായത് സപ്പോസ് ഞാനൊരു സിമ്പിൾ പെൻഡുലം വെച്ചിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളൊരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ സിമ്പിൾ പെൻഡുലം ഈ അവസ്ഥയിലിരിക്കുമ്പോൾ ഈ പൊസിഷനെയാണ് നമ്മളിതിൻ്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുന്ന ഈ സിമ്പിൾ പെൻഡുലത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു എൻഡിലേക്ക് ഞാൻ ഒരു എൻഡിലേക്ക് ഞാൻ ഇതിനെ നീക്കുകയാണ്. സോ ഇപ്പം ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അതായത് ഈ മീൻ പൊസിഷനിൽ നിന്നും ഞാൻ ഈ ലെഫ്റ്റ് എക്സ്ട്രീമിലേക്ക് ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിരിക്കുന്നത് ഈ എക്സ്ട്രീം പൊസിഷനിലാണ് എന്ന് ഞാൻ വിചാരിക്കുക. ദിസ് ഈസ് ദ എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഈ എക്സ്ട്രീം പൊസിഷനിൽ ഇതിരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണുള്ളത്. വൺസ് ഞാനത് ഈ പറഞ്ഞ പെൻഡുലത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ബോബിൽ നിന്നും ഞാൻ കൈയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതെങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിലേക്ക് ഇത് മൂവ് ചെയ്യും. സോ ഞാനൊരു പ്രത്യേക ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്ക് ഈ പറഞ്ഞ പെൻഡുലത്തെ ഞാൻ മൂവ് ചെയ്യിച്ചപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ വർക്ക് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇത് തിരിച്ചു വരുന്നത്, ഈ പറയുന്ന പെൻഡുലത്തിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സായിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടും. ആ റീസ്റ്റോറിങ് ഫോഴ്സ് എന്താണ്, റീസ്റ്റോറിങ് എന്ന് വെച്ചാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. അതായത് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുക, റീസ്റ്റോർ ചെയ്യപ്പെടുക. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ എന്താണ്, മീൻ പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ മീൻ പൊസിഷനിലേക്ക് അതിന് തിരിച്ചു പോകാനുള്ള അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ് എന്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഈ പറഞ്ഞ പെൻഡുലം സ്വയമായിട്ട് സംഭരിച്ചു വെക്കുന്ന ഒരു ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുക, റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ആ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇതിനെ ഞാൻ എക്സ് ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യിച്ചത് എങ്കിൽ ഇതിൻ്റെ കേസിൽ ഇവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മീൻ പൊസിഷനിലേക്കാണ്. സോ ടുവേർഡ്സ് ദി ഫിക്സഡ് പോയിന്റിലേക്കാണ്. അപ്പോൾ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആവാനുള്ള കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ when it vibrates periodically in such a way that at any instant the restoring force acting on it is proportional to the displacement from a fixed point in its path and is always directed towards the point. സോ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കായിരുന്നു, റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എഴുതുമ്പോൾ ഇതൊരു മൈനസ് സൈൻ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ സിൻസ് ദ റീസ്റ്റോറിങ് ഫോഴ്സ് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ, we represent this force is directly proportional to minus x എന്നാണ് എഴുതുക. Now the fixed point is called the mean position or equilibrium position നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ഷോർട്ടായിട്ട് SHM എന്ന് എഴുതും എന്ന് പറഞ്ഞു. സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻസ് മേ ബി ഓൾവേസ് റിഗാർഡഡ് as simple harmonic. A system executing simple harmonic motion is called harmonic oscillator.
അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ നടത്തുന്ന ഒരു ഓസിലേറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കുക. സോ ആൻ ഓസിലേറ്റർ വിച്ച് അണ്ടർഗോസ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ടേംഡ് ആസ് ഹാർമോണിക് ഓസിലേറ്റർ. നോ, ഇനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ലീനിയർ, രണ്ടാമത് ആംഗുലാർ. അപ്പോൾ എന്താണ് ലീനിയർ, എന്താണ് ആംഗുലാർ? അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു വസ്തു മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ലീനിയർ പാത്താണെങ്കിൽ, അതായത് നേരെ ഒരു ലൈനിലാണെങ്കിൽ അതിന് നമ്മൾ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. അതേസമയം അതെന്തെങ്കിലും തരത്തിലുള്ള ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കർവ്ഡ് പാത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ് ഈസ് കോൾഡ് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ ഇവിടെ ലീനിയർ SHMൻ്റെയും അതുപോലെ തന്നെ ആംഗുലാർ SHMൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലീനിയർ SHMന് ഒരു യൂട്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഇത് നമുക്ക് ഫെമിലിയർ ആണ്. ഇങ്ങനെ യൂട്യൂബ് എന്ന് പറയുന്നത് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂട്യൂബ് സാധാരണഗതിയിൽ ഇതിന് രണ്ട് ലിംബാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡ് മേ ബി വാട്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് മൂവ് ചെയ്യും. സോ ഇതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കൺസിഡർ ചെയ്യുമ്പം ഇതെന്താണ്? ഒരു പ്രത്യേക ലൈനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ ഇഫ് ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻ എ ലീനിയർ പാത്ത്, അതിൻ്റെ പാത്ത് ലീനിയർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനുള്ള എക്സാമ്പിളാണ്? ഒരു ലീനിയർ SHMനുള്ള എക്സാമ്പിളാണ്. അതേസമയം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് ഞാനൊരു മാസ് ടൈ ചെയ്തിരിക്കുന്നു. ഇതിൽ ഞാനൊരു എഫ് ഫോഴ്സ് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിത് വിടുന്നു. സ്വാഭാവികമായിട്ടും ഈ മാസ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെയും മോഷൻ എന്താണ്? ഒരു പർട്ടിക്കുലർ ലൈനിലാണ്. സോ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ് എന്താണ്? മാസ് കണക്റ്റഡ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ സ്പ്രിങ് ഫ്രം എ റിജിഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ ദ ഓസിലേഷൻസ് ഓഫ് വാട്ടർ കണ്ടെയ്ൻഡ് ഇൻ എ യൂട്യൂബ്. ഇനി ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിളാണ് പെൻഡുലം. കാരണം എന്താണ്? പെൻഡുലം മൂവ് ചെയ്യുമ്പം അതിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്തിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓസിലേഷൻ ഓഫ് എ പെൻഡുലം. അതുപോലെ ഓസിലേഷൻ ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ സസ്പെൻഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യപ്പെടും? മാഗ്നറ്റിക് നീഡിൽ ഓസിലേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള മാഗ്നറ്റിക് നീഡിലിൻ്റെ ഓസിലേഷൻ എന്ന് പറയുന്നതും ഒരു കർവ്ഡ് പാത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതും എന്തിന് എക്സാമ്പിളാണ്? ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള എക്സാമ്പിളാണ്. ഇനി ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ദ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡി ഓൺ ഐദർ സൈഡ് ഓഫ് ഇറ്റ്സ് മീൻ ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതായത് മാക്സിമം ഡിസ്റ്റൻസ്, ഇപ്പം മീൻ പൊസിഷനിലിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലം മാക്സിമം അതിന് മൂവ് ചെയ്യുന്ന പോയിൻ്റ്, മാക്സിമം പോയിൻ്റാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് മീൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. സോ ഇതിനെ മാക്സിമം ഇത് എത്രത്തോളം ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യാവോ ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലെറ്റസ് കൺസിഡർ എ പാർട്ടിക്കിൾ പി ഓഫ് മാസ് എം എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്ത്. ആ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടിംഗ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. നൗ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി ബി എക്സ്. അതായത് ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ ഒ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ മീൻ പൊസിഷനാണ് എന്ന് മനസ്സിലാക്കുക. ഒ എന്ന് പറയുന്നത് മീൻ പൊസിഷനാണ്. അപ്പോൾ ഈ ഓയിൽ നിന്നും ഈ പാർട്ടിക്കിൾ, ഈ പറഞ്ഞ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇത്രയും ദൂരത്താണ് ഇപ്പോൾ ഉള്ളത്. അതൊരു ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് ഈ പാർട്ടിക്കിൾ ഓയിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് ചോദിക്കുക. അതായത് ടി ടൈം കൊണ്ട്
ഈ പാർട്ടിക്കിൾ എക്സ് ഡിസ്റ്റൻസ് ഇത് മൂവ് ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? d²x/dt² ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെന്നുണ്ടെങ്കിൽ dx/dt എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. അതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ d²x/dt² എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. അപ്പോൾ ഇവിടെ മാസ് നമ്മൾ പറഞ്ഞു പാർട്ടിക്കിളിൻ്റെ മാസ് എം ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് d²x/dt² ആണ്. സോ ദിസ് m ഇൻറ്റു d²x/dt² എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ ദിസ് m ഇൻറ്റു d²x/dt² ഈസ് പ്രപ്പോർഷണൽ ടു -x ആണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രപ്പോർഷണാലിറ്റി വന്നു കഴിയുമ്പോൾ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ c എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് പ്രപ്പോർഷണാലിറ്റി മാറി ഇവിടെ എന്താവും? ഈക്വൽ ആവും. ദാറ്റ് ഈസ് m ഇൻറ്റു d²x/dt² ഈസ് ഈക്വൽ ടു -cx വേർ c ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിയാണ്. നോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന -cx കൂടി ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ m ഇൻറ്റു d²x/dt² പ്ലസ് cx ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് വിത്ത് m ഓൺ ബോത്ത് സൈഡ്സ്. ഡിവൈഡിങ് വിത്ത് സ്മോൾ m ഓൺ ബോത്ത് സൈഡ്സ്. ഇപ്പോൾ ഈ രണ്ട് സൈഡിലെ m കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ m ഇൻറ്റു d²x/dt² എന്ന് പറയുന്നത് d²x/dt² ആവും. cxനെ m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ c/m ഇൻറ്റു x ആവും. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിൽ ഈ c/mനെ ഞാൻ ω² എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d²x/dt² പ്ലസ് ω² x ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഈ പറഞ്ഞ d²x/dt² പ്ലസ് ω² x ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പർപ്പസ്. അപ്പോൾ ഈ d²x/dt² പ്ലസ് ω² x ഈസ് ഈക്വൽ ടു 0യെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈയിങ് ദിസ് ഇക്വേഷൻ വിത്ത് 2 ഇൻറ്റു dx/dt. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2 ഇൻറ്റു dx/dt ഇൻറ്റു d²x/dt² പ്ലസ് 2 ഇൻറ്റു dx/dt ഇൻറ്റു ഇവിടെ ഒരു ω² ഉണ്ടായിരുന്നു. സോ ഞാനിതിനെ ഇങ്ങനെ എഴുതാം. പ്ലസ് ദിസ് ω² ഞാൻ ആദ്യം എഴുതുന്നു. ദെൻ 2 ഇൻറ്റു dx/dt ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഈ ഇക്വേഷൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 dx/dt കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് സാരം. ഇനി അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ നമുക്ക് ഈ രീതിയിലേക്ക് മാറ്റി എഴുതാം. ദിസ് ഇസ് dx/dt ഹോൾ സ്ക്വയർ പ്ലസ് ω² x². അതായത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ഈ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട് 2 dx/dt ഇൻറ്റു d²x/dt² പ്ലസ് ω² ഇൻറ്റു 2 dx/dt ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? dx/dt ഹോൾ സ്ക്വയർ പ്ലസ് ω² x² ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എ എന്ന് കിട്ടും. അതായത് സംശയം ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. dx/dt ഹോൾ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? ഇറ്റ് ഈസ് 2 ടൈംസ് dx/dt ഇൻറ്റു dx/dtയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് d²x/dt² പ്ലസ് ω² ഇൻറ്റു x²നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? 2x ഇൻറ്റു വീണ്ടും എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx/dt ഈസ് ഈക്വൽ ടു ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ് എന്ത് ഇവിടെയുള്ളത്. അപ്പോൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 2 dx/dt കൊണ്ട് ഇക്വേഷൻ നമ്പർ 2, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ നമ്പർ 2നെ 2 dx/dt കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനാണ് കിട്ടുക. ദാറ്റ് ഈസ് dx/dt ഹോൾ സ്ക്വയർ പ്ലസ് ω² x² ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി
കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. സോ ഹിയർ എ ഈസ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നൗ നമുക്കറിയാം when the displacement is maximum velocity of the particle is 0. അതായത് നമ്മളിപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ഇതിൻ്റെ മീൻ പൊസിഷനാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ രണ്ട് എക്സ്ട്രീം പൊസിഷനുകളാണ്. അപ്പോൾ ഈ എക്സ്ട്രീം പൊസിഷനിലേക്ക് ഇത് എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുന്നത്. അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മീൻ പൊസിഷനിൽ നിന്ന് ഇത് മാറി ഇത് എക്സ്ട്രീം പൊസിഷനിലേക്ക് എത്തുമ്പം ഇതിൻ്റെ വെലോസിറ്റി എന്താവും, 0 ആവും. അങ്ങനെ വെലോസിറ്റി 0 ആകുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ഇത് വീണ്ടും മീൻ പൊസിഷനിലേക്ക് പോകുന്നത്. സോ ഈ എക്സ്ട്രീം പൊസിഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് വെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം, അതായത് ആംപ്ലിറ്റ്യൂഡ് ആവുന്ന കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആവുന്നത് കൊണ്ടാണ് ഇത് തിരിച്ച് എന്ത് ചെയ്യുന്നത്, മീൻ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ നമുക്ക് പറയാം വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ ഇവിടെ ഈ കിട്ടിയ ഇക്വേഷൻ 3യിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ, സോ ഞാനിവിടെ എക്സിന് പകരം എ എന്ന് കൊടുത്താൽ ഡി എക്സ് ബൈ ഡി ടി എന്താവും, 0 ആവും. സോ ഹിയർ ദിസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 0 വന്നു. പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വെൻ എക്സ് ഈസ് ഈക്വൽ ടു എ ഇതെന്താവും, ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എന്ന് വരും. ഓർ ഹിയർ വി ക്യാൻ റൈറ്റ് ദിസ് എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് വരും. എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇക്വേഷൻ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ, ഇവിടെ നമ്മൾ എഴുതിയ ഈ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ എയ്ക്ക് പകരം ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനകത്ത് നിന്ന് ഡി എക്സ് ബൈ ഡി ടി, ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിപ്പോൾ കിട്ടിയത് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഉണ്ട്. ഞാൻ ഈ ലെഫ്റ്റിൽ നിന്നുള്ള എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയറിനെ കൂടി ഞാൻ റൈറ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓർ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്താണ് ഡി എക്സ് ബൈ ഡി ടി, നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിലുള്ള വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇറ്റ് ഈസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനെ ഡി എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഇനി ഈ കിട്ടിയ ഇക്വേഷനെ ഞാൻ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒമേഗ ഡി ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ഈസ് ടി പ്ലസ് സം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനെ ഞാനിവിടെ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈസ് ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. ഓർ ഇതിനകത്ത് നിന്ന് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഇങ്ങനെയാണെങ്കിൽ എക്സ് ബൈ എ എന്തായിരിക്കും, എക്സ് ബൈ എ ഈസ് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, സോ ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്നത് എന്താണ്, എ ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ. ഈ ഫൈയെ നമ്മൾ വിളിക്കുന്ന പേര് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് വിളിക്കും. ഹിയർ ഒമേഗ ടി പ്ലസ് ഫൈ ഈസ് കോൾഡ് ഫേസ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ ഓരോ ടേം എ ആംപ്ലിറ്റ്യൂഡാണ്, ഫൈയെ നമ്മൾ വിളിക്കുന്ന പേര് ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ എപ്പോക്ക് എന്ന് വിളിക്കും. ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന ആ ടേമിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദി ഫേസ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. നൗ അടുത്തത് നമ്മളിവിടെ പറയുന്നത് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്.
അപ്പോൾ അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ മെഷേർഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്ര അകലെയാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻ, അതിനെയാണ് നമ്മൾ, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് നമ്മൾ എടുക്കുന്നു. ഹിയർ ദിസ് എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എടുക്കുന്നു. ലെറ്റ് മീ പുട്ട് ദിസ് ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ ഫൈ എന്ന് പറയുന്നത് സം ഡെൽറ്റ പ്ലസ് പൈ ബൈ ടു എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഡെൽറ്റ പ്ലസ് പൈ ബൈ ടു എന്ന് ഫൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈക്ക് പകരം ഡെൽറ്റ പ്ലസ് പൈ ബൈ ടു എന്ന് വരും. ഓർ ദിസ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ എന്ത് വരും? ഒമേഗ ടി പ്ലസ് ഡെൽറ്റ പ്ലസ് പൈ ബൈ ടു. അപ്പോൾ നമുക്കറിയാം സൈൻ പൈ ബൈ ടു പ്ലസ് തീറ്റ. ഓക്കെ, വാട്ട് ഈസ് സൈൻ പൈ ബൈ ടു പ്ലസ് തീറ്റ? സൈൻ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് ദിസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇറ്റ് ഈസ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ വരും. അങ്ങനെ ഇത് ഈ എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അതേപോലെ എക്സ് എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഹിയർ ദിസ് ഇക്വേഷൻ 5 and 6 ഷോസ് ദാറ്റ് ആൻ SHM ക്യാൻ ബി റെപ്രസെൻറ്റഡ് എയ്തർ ബൈ എ സൈൻ ഫംഗ്ഷൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ ഒരു സൈൻ ഫംഗ്ഷനായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു കൊസൈൻ ഫംഗ്ഷനായിട്ട് എഴുതാം. ബട്ട് നോട്ട് ദാറ്റ് ദി ഇനീഷ്യൽ ഫേസ് ഫൈ ആൻഡ് ഡെൽറ്റ ആർ ഡിഫറൻറ്റ് ഇൻ 2 കേസസ്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആദ്യത്തെ കേസിൽ ഫൈ ആണ്, രണ്ടാമത്തെ കേസിൽ അത് ഡെൽറ്റയാണ്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്താവും? വ്യത്യാസമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നൗ ഇഫ് ദ ഇനീഷ്യൽ ഫേസ് ഫൈ ഈസ് 0, ഈ ഫൈ 0 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്താണ്? എക്സ് ഈസ് സിംപ്ലി എ സൈൻ ഒമേഗ ടി ആണ്. നൗ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടേം ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നൗ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അറിയാം ഒരു സെക്കൻഡിനുള്ളിൽ എത്ര ഓസിലേഷൻ നടക്കുന്നു. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. സോ ഫ്രീക്വൻസി ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second മെയ്ഡ് ബൈ ദ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് ഫ്രീക്വൻസി. വാട്ട് ഈസ് ടൈം പീരിയഡ്? ടൈം പീരിയഡ് എന്ന് പറയാം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് ടൈം പീരിയഡ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് ദ ടൈം ഫോർ 1 complete ഓസിലേഷൻ, ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 1/t ആണ്. നൗ അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെങ്കിൽ വെലോസിറ്റി ഈസ് dx/dt. സോ എക്സ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണെങ്കിൽ dx/dt എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ ഇൻറ്റു ഒമേഗ ടി പ്ലസ് ഫൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഒമേഗ വരും. സോ ദിസ് ഈസ് എ ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. സോ എ ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഒമേഗ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞിട്ട് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഓർ ദിസ് ഈസ് ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, ഞാൻ ഈ റൂട്ടിൻ്റെ പുറത്ത് കിടക്കുന്ന എ റൂട്ടിനകത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഇസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഓർ ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ, ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ദിസ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വാട്ട് ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ. നമുക്കറിയാം എക്സ് ആണ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിരിക്കും. സോ ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഹിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയതുമാണ്. സോ ദിസ് വെലോസിറ്റി ഈസ് dx/dt which can be written as a omega cos omega t plus phi, or which is equal to omega into square root of a square minus x square ആണ്. ഇനി അടുത്തത് നമ്മളിതിൽ പറയുന്ന ആക്സിലറേഷൻ ആണ്. dx/dt വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റിയെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും, ദാറ്റ് ഇസ് dv/dt, ഓർ ദിസ് ഇസ് d²x/dt². അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്നുണ്ട്. അപ്പോൾ d²x/dt², നമ്മൾ ഈ എ ഒമേഗ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വാട്ട് ഈസ് ദിസ് ഡി ബൈ ഡി ടി ഓഫ് എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. അത് ചെയ്ത് എന്ത് വരും? എ ഒമേഗ പുറത്തെടുക്കാം. കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് മൈനസ് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഇൻറ്റു ഒമേഗ ടി പ്ലസ് ഫൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒമേഗ. ദാറ്റ് ഈസ് ദിസ് ഇസ് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓർ ദിസ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അതെന്ന് പറയുന്നത് എക്സ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, ഓർ വിച്ച് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. നൗ അടുത്ത് നമ്മൾ പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി എന്താണെന്നുള്ളതാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 2π ഡിവൈഡഡ് ബൈ ടി ആണ്, ഓർ 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് എൻ ആണ്. സോ ഒമേഗ ഈസ് 2πn വിച്ച് ഈസ് ഈക്വൽ ടു 2π/t. അതായത് ഇറ്റ് ഈസ് എ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫേസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫേസ്, ഓർ ദിസ് ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി ആണ്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഒമേഗയാണ്. അതായത് ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണെന്ന് അറിയാം. സപ്പോസ് ഇവിടെ ഈ കേസിൽ ടി എന്ന് പറയുന്നത് ടൈമാണ്. സപ്പോസ് നമ്മൾ ഈ ടൈം എന്ന് പറയുന്നത് ലെറ്റ് ദിസ് ടൈം ഈസ് ഇൻക്രീസ്ഡ് ബൈ 2π ബൈ ഒമേഗ. അങ്ങനെ ടൈം 2π ബൈ ഒമേഗ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ സൈൻ ഇൻറ്റു ഒമേഗ ഓഫ് ടി കൂടി ടി ബിക്കംസ് ടി പ്ലസ് 2π ബൈ ഒമേഗ പ്ലസ് ദിസ് ഫൈ എന്ന് വരും. അതാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് 2π ബൈ ഒമേഗ ഇൻറ്റു ഫൈ. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഇൻറ്റു ടി, അത് ഒമേഗ ടി എന്ന് തോന്നുന്നു. ഒമേഗ ഇൻറ്റു 2π ബൈ ഒമേഗ, ഒമേഗ ക്യാൻസൽ ആവും, ഇവിടെ 2π വരും, പ്ലസ് ദിസ് ഫൈ. സോ ദിസ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് 2π പ്ലസ് ഫൈ എന്ന് വരും. ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. കാരണം സൈൻ ഓഫ് 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൈൻ തീറ്റ തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് സൈൻ തീറ്റ. അതായത് 2π കറങ്ങി വന്നു കഴിയുമ്പോൾ അതേ പോയിന്റിലേക്ക് തന്നെയാണ് എത്തുക. സോ ദിസ് ഈസ് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഷോസ് ദാറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് സെയിം ആഫ്റ്റർ എ ടൈം 2π ബൈ ഒമേഗ. അതായത് ആദ്യം ഉണ്ടായിരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ടൈം 2π ബൈ ഒമേഗ കൂട്ടിയപ്പം വീണ്ടും അത് എവിടെ തന്നെ എത്തി? എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അതിൻ്റെ അർത്ഥം 2π ബൈ ഒമേഗ ടൈം 2π ബൈ ഒമേഗ കഴിയുമ്പോൾ വീണ്ടും എന്തായിട്ട് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, സോ ദെർഫോർ ദ പീരിയഡ് ടി ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് ഗിവൺ ബൈ ടി ഈസ് ഈക്വൽ ടു എന്താണ്? 2π ബൈ ഒമേഗയാണ്. എന്തുകൊണ്ടാണ് ടി 2π ബൈ ഒമേഗയാണെന്ന് പറയാൻ കാരണം? നമുക്കറിയാം, ഇവിടെ പറഞ്ഞതാണ് 2π ബൈ ഒമേഗ ടൈമിന് ശേഷം ആദ്യം പാർട്ടിക്കിൾ എവിടെയായിരുന്നോ അവിടെ തന്നെ പാർട്ടിക്കിൾ തിരിച്ചെത്തുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആവുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ തിരിച്ചെത്തുന്നുണ്ട് എങ്കിൽ ഈ 2π ബൈ ഒമേഗ എന്ന് പറയുന്ന ടൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആ സിസ്റ്റത്തിൻ്റെ പീരിയഡ് ആയിരിക്കും. കാരണം പീരിയഡിൻ്റെ ഡെഫിനേഷൻ എന്താണ്? പീരിയഡ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് പീരിയഡ് എന്ന് വിളിക്കുക. സോ ഹിയർ ദിസ് ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് സി ബൈ എം ആണ് നമ്മൾ എഴുതിയിരുന്നു. സോ ഒമേഗ ഈ സ്ക്വയർ റൂട്ട് ഓഫ് സി ബൈ എം. അപ്പോൾ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ കൊടുത്തു കഴിയുമ്പോൾ ഇത് 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ സി എന്ന് വരും. സോ ഹിയർ ദിസ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ സി ആണ്. നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആണെന്നറിയാം, അതായത് ഒമേഗ ബൈ 2π. അപ്പം നേരത്തെ തന്നെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സി ഡിവൈഡഡ് ബൈ എം ആണ്. സോ ഒമേഗ ഈസ് 2πn, ഓർ വിച്ച് ഈസ് 2π ഡിവൈഡഡ് ബൈ ടി, ആൻഡ് ദിസ് ഒമേഗ ഈസ് കോൾഡ് ദി ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് വേവ് മോഷൻ എന്ന് പറഞ്ഞു, എന്താണ് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു. ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷൻ 2 തരത്തിലുണ്ട്, ലീനിയറും ഉണ്ട്, ആംഗുലാറും ഉണ്ട്. ഓരോന്നിൻ്റെ കേസിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മളെത്തി. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞു. ടൈം പീരിയഡ്, ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.